അഞ്ചാമത്തെ കവിത അൽ ഖസീദത്തുൽ ഖാമിസ, അൽ ഖസീദത്തുൽ വിത്രിയ. അൽ ഖസീദത്തുൽ ഖാമിസ തഖഉ അലാ ജിദാരിൽ ഖിബ്ലത്തി ബിൽ മസ്ജിദിൻ നബവി അശ്ശരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തു ഷരീഫിന് ഓപ്പോസിറ്റ് ഉള്ളതാണ്. അഥവാ ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഭിത്തിയിൽ ആ സ്പീക്കറൊക്കെ ഇരിക്കുന്ന ആ കവാടത്തിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുള്ള കവിതാശകലം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാൻ കയറിയാൽ വലത് സൈഡിലെ ഭിത്തിയിൽ ഉടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളാണ്. ദലായിലുൽ ഖൈറാത്തിൻ്റെ ആദ്യത്തിലുള്ള 200 ചില്ലാനം പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഓരോ കവിതകളും മറ്റുമുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തിനു നേരെ ഉള്ള തൂണിൻ്റെ അടുത്താണ് നേരത്തെ ഞാൻ ചൊല്ലിയ യാ ഖൈറ മൻ ദുഫിനത്ത് എന്നുള്ളത് എഴുതിയത്. ഇത് നേരെ മുവാജഹത്തു ഷരീഫയിൽ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിട്ടുള്ള കവിത ആരുടേതാണ്? വതുൻസബു ലിൽ ഇമാമിൽ വിത്രി റഹ്മത്തുള്ളാഹി അലൈഹി വഹുവ ഇമാം മജ്ദുദ്ദീൻ അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ അബീ ബക്കർ ബിൻ റഷീദ് അൽ ബഗ്ദാദി അൽ വിത്രി ശാഇറുൻ വഫഖീഹുൻ ശാഫിഈയ്യുൻ ഹുവ സാഹിബുൽ ഖസായിദിൽ വിത്രിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ അല്ലത്തി നളമഹാ. ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ച അൽ ഖസീദത്തുൽ വിത്രിയ ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളിയിൽ റമദാനിൽ തറാവീഹ് കഴിഞ്ഞിട്ട് ചെല്ലും. ആ ഖസീദക്ക് അൽ ഖസീദത്തുർ റമദാനിയ എന്നൊരു പേര് കൂടിയുണ്ട്. യമനിൽ അത് പബ്ലിഷ് ചെയ്തപ്പോൾ പലരും അതിന് പേര് കൊടുത്തത് അൽ ഖസീദത്തുർ റമദാനിയ എന്നാണ്. അവിടുത്തെ എല്ലാ പള്ളികളിലും റമദാനു ഷരീഫിൽ ചെല്ലും അൽ ഖസീദത്തുർ റമദാനിയ. ആ വരി നമ്മൾ വിചാരിക്കും ഏതോ ബുക്ക് സ്റ്റാൾ നിങ്ങൾ കിട്ടിയാണെന്ന്. അത് ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 662 വഫാത്തായവരാണ്. ബഹുമാനപ്പെട്ടവർ കാന ശാഫിഈയൻ ഫഖീഹൻ വാഇലൻ. ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു മിർആത്തുൽ ജിനാനിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയവരാണ്. ബഹുമാനപ്പെട്ടവർ അലക്സാണ്ട്രിയയിലേക്ക് വന്നു, അവിടെ വഅദ് പറഞ്ഞു. അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട റഷീദുൽ ബഗ്ദാദി തങ്ങളെ കേട്ടു. അതിൽ വെച്ചുകൊണ്ട് റഷീദുൽ ബഗ്ദാദി തങ്ങളുടെ അടുക്കൽ നിന്ന് ഇൽമ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അഹ്മദ് ബിൻ ഉസ്മാൻ അസ്-സഖാവി അശ്-ശാഫിഈ ഇമാമുൽ അസ്ഹർ. അൽ-അസ്ഹറിലെ ഇമാമായ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. വൽ ഇമാമുൽ അല്ലാമ ഖാദിൽ ഖുലാത്ത് ബദ്റുദ്ദീൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ജമാഅ. ബദ്റുദ്ദീൻ ബിൻ ജമാഅ എന്ന് പറയുന്ന വലിയ മുഹദ്ദിസാണ്. മഹാനവറുകൾക്ക് ഒരു കിതാബുണ്ട്, മുനാസബാത്തു തറാജിമുൽ ബുഖാരി എന്നൊരു കിതാബുണ്ട്. ബഹുമാനപ്പെട്ടവർ സഹീഹുൽ ബുഖാരിയിലെ അധ്യായങ്ങൾ തമ്മിലുള്ള യോജിപ്പ് എന്നൊരു ഗ്രന്ഥം എഴുതിയ മഹാനാണ് ബദ്റുദ്ദീൻ ബിൻ ജമാഅ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം ഈ സമുദായത്തിന്റെ മേലുള്ള ബാധ്യതയായിരുന്നു. ആ ബാധ്യത ഏറ്റെടുത്ത് നിർവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എന്ന് ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ച് ബഹുമാനപ്പെട്ട ബദ്റുദ്ദീൻ ഇബ്നു ജമാഅ അവിടുത്തെ മുനാസബാത്തു തറാജിമുൽ ബുഖാരിയിൽ എഴുതിയിട്ടുണ്ട്. ആ ഇമാം അവറുകൾ ബഹുമാനപ്പെട്ട റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട് പഠിച്ചവരാണ്. وسمع منه قصائده الوتريات ورافقه في الحج ودخل الإفريقية وجال في بلاد المغرب. ബഹുമാനപ്പെട്ടവർ വലിയ ദീനിന്റെ ഉടമയായിരുന്നു, വലിയ വിജ്ഞാനങ്ങളുടെ ഉടമയായിരുന്നു. പിന്നീട് അവിടുന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി. അവിടെയും ഖസീദത്തുൽ വിത്രിയുണ്ട്. ആ ഖസീദത്തുൽ വിത്രിയിൽ നിന്നുള്ള ഒരു ഖാഫിയ, ഒരു ഭാഗം, ഒരു ഖണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയുന്നതിൻ്റെ ഓപ്പോസിറ്റിലുണ്ട്. അതും അൽഹംദുലില്ലാ പരിശുദ്ധ ഖുർആൻ എഴുതാൻ ഈ കാലഘട്ടത്തിൽ ഭാഗ്യം കിട്ടിയ ബഹുമാനപ്പെട്ട ഉസ്മാൻ ത്വാഹ എന്നവർ, അദ്ദേഹം സിറിയൻ പണ്ഡിതനാണ്, ഉസ്മാൻ ത്വാഹ എന്നവർ ഈ വരിയും അൽഹംദുലില്ലാ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ വരിയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബുസീരി ഇമാം റളിയല്ലാഹുവിൻ്റെ വരി കൊണ്ടുവന്നിട്ടുണ്ട്. 161 ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നതാണ് ഖസീദത്തുൽ വിത്രിയയിലെ വഴികൾ. വിത്രിയ എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ അതേ അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന വരികളാണ്. ആ അക്ഷരങ്ങളിൽ രണ്ടാമത്തെ വരിയാണ്, രണ്ടാമത്തെ അക്ഷരാണ് ബഹുമാനപ്പെട്ടവർ എഴുതിയത് ഇവിടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ എഴുതി വച്ചിട്ടുള്ളത്. അതിന് തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുതാണ് മജ്ദുദ്ദീൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ റഷീദ് അൽ ബഗ്ദാദി ഹിജ്റ 662 വഫാത്തായി.
മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതി. എന്നിട്ട് ഉസ്മാൻ ത്വാഹ എന്നവർ തന്നെ എഴുതുന്നുണ്ട്, ബിഅൻ നുഖിശ അക്സറുഹാ അമാമൽ മുവാജഹത്തിൻ നബവിയ്യത്തി ശരീഫ അലൽ ജിദാരിൽ ഖിബലി. ഖിബലയുടെ ഭാഗത്തുള്ള ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗല ശുബ്ബാക്കി, ജനലിനോട് ചേർന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുമ്പോൾ പല സമയത്തും ഉണ്ടായിരുന്ന ഭാഗത്തെ ഭിത്തിയിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ റൗളയിലെ 3 ഖുബ്ബയുടെ ഉള്ളിലും എഴുതി വെച്ചിട്ടുണ്ട് വിത്തിരിയ. ചില പള്ളിയിലൊക്കെ റമദാനിൽ വിത്തിരിയ കേൾക്കുമ്പോൾ ചിലക്ക് ഹാലളവും. ഇപ്പോൾ പുതിയ കാലത്ത് ഇതെല്ലാം മദീനത്തെ ഖുബ്ബയിലും ഭിത്തിയിലും ജനലിലും വഹി ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ എഴുതി വെച്ചതാണ്. അതിൽ മുവാജഹത്തു ശരീഫിലെ ഭാഗമാണ് അദ്ദേഹം എഴുതിയത്. ബിനൂരി റസൂലില്ലാഹി അശ്റാഖത്തിദ് ദുനാ ഫഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു സ്വലാത്തും വതസ്ലീമുൻ. ബറാഹു ജലാലുൽ ഹഖ് ലിൽ ഖൽഖി റഹ്മതൻ ഫകുല്ലുൽ വറാ ഫീ ബിർരിഹി യതഖല്ലബു. ഈ ലോകം തന്നെ ഉദയം ചെയ്യുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവം കൊണ്ട്. അല്ലാഹു ആദ്യം പടച്ചത് നൂറ നബിയിക യാ ജാബിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ്. എല്ലാം അല്ലാഹു തആല സംവിധാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യത്തെ പടപ്പായി കാരണമായി നിശ്ചയിച്ചിട്ടാണ്. ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ബിമബഅസിഹി കുല്ലുൻ നബീന ബശറത് വലാ മുർസലുൻ ഇല്ലാ ലഹു കാന യഖ്തുബു. ബിമബഅസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം. കുല്ലുൻ നബിയീന ബശറത്, എല്ലാ നബിമാരും നേരത്തെ പറഞ്ഞു പോയതാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഇത് അഖദ്നാ മീസാഖൻ നബിയാക്കന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ എല്ലാ നബിമാരോടും അല്ലാഹു തആല പറഞ്ഞ ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് മുത്തുനബി വന്നാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കണം, സ്വീകരിക്കണം എന്ന് പറയാതെ ഒരു നബിയെയും അല്ലാഹു അയച്ചിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബാഇ. മൂസാ നബി ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ സ്വന്തം ശരീഅത്തും കൊണ്ട് ഇവിടെ പ്രാക്ടിക്കൽ അല്ല. നാളെ ഈസാ നബി അലൈഹിസ്സലാം വരും. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനെ ശക്തിപ്പെടുത്താൻ, അന്നത്തെ അവരുടെ ശരീഅത്തിനെ ശക്തിപ്പെടുത്താനല്ല. അപ്പൊ എല്ലാ നബിമാരും പറഞ്ഞു